നമസ്കാരം. നെറ്റ്വർക്ക് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTB റോഡിൽ അപകടങ്ങൾക്ക് അറുതിയില്ല. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനു സമീപം ലോറി കാറുകളിൽ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് 2 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് സർക്കാർ അനുവദിച്ച നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് നൽകിയിരുന്നു. സംഗീത സംവിധായകൻ S. ബാലകൃഷ്ണൻ വിടവാങ്ങി. അർബുദത്തെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെയോടെയായിരുന്നു അന്ത്യം. പാറ നിറഞ്ഞ പ്രദേശത്ത് പച്ചക്കറി കൃഷിയിൽ വിജയം വരിച്ച് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ. സ്കൂളിലെ 50 സെന്റ് സ്ഥലത്താണ് വിദ്യാർത്ഥികൾ പച്ചക്കറി കൃഷി നടത്തിയത്. പ്രാചീന സംസ്കാരങ്ങളുടെ വിപുലമായ അടയാളങ്ങൾ ബാക്കി നിൽക്കുന്ന സ്ഥലങ്ങളാണ് കരിവെള്ളൂരും ചീമേനിയുമൊക്കെ. ഇവയെ സംരക്ഷിക്കുവാനോ ഇവയെക്കുറിച്ച് പഠിക്കുവാനോ പുരാവസ്തു വകുപ്പ് തയ്യാറാകുന്നില്ല. വാർത്തകൾ വിശദമായി. പിലാത്തറ പാപ്പിനിശ്ശേരി KSTB റോഡിൽ അപകടങ്ങൾക്ക് അറുതിയില്ല. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനു സമീപം ലോറി കാറുകളിൽ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. അപകടം വരുത്തിവെച്ച ലോറി നിർത്താതെ പോയി. കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപം രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. ഇടിച്ച വാഹനം നിർത്താതെ പോയി. കണ്ണൂർ ഭാഗത്തു നിന്നും പഴയങ്ങാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന KL 13 AG 9161 വാഗണർ കാറിനു പിറകെ അതേ ദിശയിൽ നിന്നും വന്ന ടോറസ് ലോറി ഇടിച്ചതിനു ശേഷം അതേ ദിശയിൽ നിന്നും വന്ന മറ്റൊരു കാറിൽ ഇടിച്ചു. കാർ യാത്രക്കാരായ പുതിയങ്ങാടി സ്വദേശി AV ഷംസുദ്ദീൻ, ചെറുകുന്ന് കട്ടക്കുളം സ്വദേശി അബ്ദുൾ റഷീദ് എന്നിവരെ ചെറുകുന്ന് മിഷൻ ഹോസ്പിറ്റലിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. അപകടം വരുത്തിവെച്ച ലോറി നിർത്താതെ പോയതായി നാട്ടുകാർ പറഞ്ഞു. പിലാത്തറ പാപ്പിനിശ്ശേരി KSTB റോഡ് അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിയിട്ടും അപകടങ്ങൾക്ക് അറുതി വരുത്താൻ അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അടിക്കടി ഉണ്ടാകുന്ന വാഹനാപകടങ്ങളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. KSTB റോഡിൽ CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രഖ്യാപിച്ചെങ്കിലും പാഴ്വാക്കാവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് 2 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് സർക്കാർ അനുവദിച്ച നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് കോടതി വിധി. ദേശീയപാത വികസനത്തിന് എതിരല്ലെന്നും കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് കഴിഞ്ഞ ആഗസ്റ്റിലാണ് വ്യാപാരികൾ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നത്. ജില്ലയിൽ റോഡ് വികസനത്തിന്റെ പേരിൽ 1000-ലേറെ വ്യാപാരികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത്. പ്രശ്നപരിഹാരത്തിന് വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ നവംബറിൽ കണ്ണൂരിൽ അനിശ്ചിതകാല നിരാഹാര സമരവും നടത്തിയിരുന്നു. ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഭൂവുടമകൾക്കും വാടക കെട്ടിടങ്ങളിലുള്ളവർക്കും നഷ്ടപരിഹാരം അനുവദിക്കണമെന്ന് സർക്കാർ ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാപാരികൾ കോടതിയെ സമീപിച്ചത്. വ്യാപാരികളെ സംരക്ഷിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള സർക്കാരിനെയും നാഷണൽ ഹൈവേ അതോറിറ്റിയെയും കോടതിയെയും എല്ലാം ബഹുമാനിച്ചുകൊണ്ട് വ്യാപാരി വ്യവസായ സമിതിയുടെ സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഇനി അങ്ങോട്ട് നടത്തേണ്ടതുണ്ട്. തളിപ്പറമ്പ് താലൂക്ക് നാഷണൽ ഹൈവേന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി. അടുത്ത ദിവസം തന്നെ ഈ കരിവള്ളൂർ വില്ലേജിൽ ഒരു ക്യാമ്പ് വെച്ചുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആളുകൾ ഇവിടെ വന്ന് അവരെയൊക്കെ റെക്കോർഡ് ആക്കി ലൈസൻസ് ഒക്കെ തന്നെ ഹാജരാക്കിക്കൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കും. അതിനു വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും വ്യാപാരി വ്യവസായ സമിതി മുന്നിട്ട് നടത്തും എന്നാണ് പറയാനുള്ളത്. 4-വരിപ്പാത കടന്നുപോകുന്ന പ്രധാന കേന്ദ്രങ്ങളായ കുഞ്ഞിമംഗലം, കരിവള്ളൂർ ഉൾപ്പെടെ നഷ്ടപരിഹാരത്തിന് അർഹരായ വ്യാപാരികൾ തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ സ്പെഷ്യൽ ഡ്യൂട്ടി കളക്ടർക്ക് അപേക്ഷ നൽകണം. 3 വർഷം മുൻപ് 3A നോട്ടിഫിക്കേഷനിൽ പേര് പ്രസിദ്ധീകരിച്ച വ്യാപാരികൾ അവരുടെ രേഖകൾ സമർപ്പിക്കണം. സ്ഥാപനം നടത്തിയിരുന്നവർ ബന്ധപ്പെട്ട രേഖകളും സമർപ്പിക്കണം. തൊഴിലാളികളുണ്ടെങ്കിൽ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പാലക്കോട് വലിയ കടപ്പുറത്ത് മണൽ ഡ്രഡ്ജ് ചെയ്തെടുക്കുന്നതിന് മുന്നോടിയായി മണൽ പരിശോധന തുടങ്ങി. ഉന്നതാധികാര സമിതി നിയോഗിച്ച പഠന സംഘത്തിലെ തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബിജു ലോനോസിന്റെ നേതൃത്വത്തിലാണ് പരിശോധനയ്ക്കായി മണൽ ശേഖരിക്കുന്നത്. മണൽ നീക്കം ചെയ്യുന്നതോടെ മത്സ്യത്തൊഴിലാളികളുടെ മാസങ്ങളായുള്ള പ്രശ്നത്തിനാണ് പരിഹാരമാകുന്നത്. പാലക്കോട് അഴിമുഖത്തടിഞ്ഞ മണൽ നീക്കം ചെയ്യുവാനുള്ള ശുപാർശ വന്നതോടുകൂടി
രാമന്തളി പഞ്ചായത്തിന്റെ വികസന സ്വപ്നങ്ങൾക്കും അതിലുപരി മാസങ്ങളായുള്ള മത്സ്യത്തൊഴിലാളികൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾക്കും ഇതിലൂടെ പരിഹാരം കാണും. മണൽ ഡ്രഡ്ജ് ചെയ്തെടുക്കുന്നതിന് മുന്നോടിയായി ഉന്നതാധികാര സമിതി നിയോഗിച്ച സംഘം മണലു പരിശോധനയ്ക്കായി എത്തുക കൂടിയായപ്പോൾ ഇവിടുത്തുകാരുടെ പ്രതീക്ഷകളേറുന്നു. സ്ഥിരം ഡ്രഡ്ജിംഗ് സംവിധാനം വരുന്നതോടെ വിൽപ്പനയിലൂടെ പഞ്ചായത്തിന്റെ വരുമാനത്തിലും നേട്ടം പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ സർക്കാരിന് ബാധ്യതയില്ലാതെ ഡ്രഡ്ജിംഗ് നടത്താനാകൂ. ഇത്തരത്തിൽ ഈ മണൽ രീതിയിൽ വിൽപ്പനയ്ക്കായുള്ള അംഗീകാരം പഞ്ചായത്തിന് ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. പൊതുമേഖലാ സ്ഥാപനമായ കേരള സംസ്ഥാന മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഡ്രഡ്ജിംഗ് ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തുക. ഉപ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ കെട്ടിട നിർമ്മാണത്തിന് മണൽ ഏത് രീതിയിൽ ഉപയോഗിക്കാമെന്ന് എത്ര മീറ്റർ ആഴത്തിൽ ഡ്രഡ്ജിംഗ് നടത്താൻ കഴിയുമെന്നും മണ്ണ് പരിശോധനയിൽ കണ്ടെത്താൻ കഴിയും. 1 കിലോമീറ്റർ ദൈർഘ്യത്തിൽ അടിഞ്ഞുകൂടിയ മണൽ പൂർണ്ണമായും നീക്കുന്നതിനോടൊപ്പം വീണ്ടും കരയിലേക്ക് മണൽ കയറി വരാനുള്ള സാധ്യതയും സംഘം പഠന വിഷയമാക്കുന്നുണ്ട്. പഠനം പൂർത്തിയായി റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ പഠന സംഘത്തിന്റെ പൂർണ്ണ റിപ്പോർട്ട് ഉന്നതാധികാര സമിതിക്കു നൽകും. TV രാജേഷ് MLA വിവിധ വകുപ്പുകളോട് ആവശ്യപ്പെട്ട റിപ്പോർട്ടുകളും സമർപ്പിക്കുന്നതോടെ അഴിമുഖത്തെ മണൽത്തിട്ടകൾ നീക്കുവാനുള്ള നടപടിയും തുടങ്ങും. അഴിമുഖത്തെ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുന്നതോടെ പാലക്കോട്, ചൂട്ടാട്, പുതിയങ്ങാടി ഭാഗത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരമാകുക. മത്സ്യബന്ധനത്തിന് ശേഷം തിരികെ ഹാർബറിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള തടസ്സമാണ് ഇതിലൂടെ നീക്കം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സംഗീത സംവിധായകൻ S. ബാലകൃഷ്ണൻ വിടവാങ്ങി. അർബുദത്തെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെയോടെയായിരുന്നു അന്ത്യം. മലയാളികൾ താലോലിച്ച നിരവധി പാട്ടുകൾ സമ്മാനിച്ച ഈ സംവിധായകൻ പക്ഷേ മുഖ്യധാരയിൽ നിന്നും മാറ്റപ്പെടുകയായിരുന്നു. സംഗീത സംവിധായകൻ S. ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അധികമാർക്കും അറിയണമെന്നില്ല. പക്ഷേ നീർപ്പളുങ്കുകൾ ഇടറി വീണു, പൂക്കാലം വന്നു പൂക്കാലം, ലല്ലലം ചൊല്ലുന്ന ചെല്ലക്കിളികളെ തുടങ്ങി മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ എല്ലാ തലമുറകളെയും സ്വാധീനിച്ച ഗാനങ്ങളുടെ സംഗീത സംവിധായകൻ എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകും ഈ അതുല്യ പ്രതിഭയെ. റാംജി റാവു സ്പീക്കിംഗ് എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ സംഗീതപ്രേമികളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ സംഗീതമായിരുന്നു S. ബാലകൃഷ്ണൻ്റേത്. പക്ഷേ എന്തുകൊണ്ടോ ആ പേര് അത്ര കണ്ട് ആസ്വാദക മനസ്സിൽ പതിഞ്ഞില്ല. അപ്പോഴും തൻ്റെ സുന്ദര മെലഡികൾ കൊണ്ട് അദ്ദേഹം വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇദ്ദേഹത്തിന്റെ കഴിവ് തിരിച്ചറിഞ്ഞ സംവിധായകരായ സിദ്ദിഖ് ലാലാണ് ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ നൽകിയത്. പ്രതീക്ഷ അസ്ഥാനത്താക്കാതെ മികച്ച ഗാനങ്ങളിലൂടെ ബാലകൃഷ്ണൻ മറുപടി നൽകുകയും ചെയ്തു. ആകെ 17 സിനിമകളിലായി 89 ഗാനങ്ങൾക്ക് മാത്രമാണ് അദ്ദേഹം സംഗീതം നൽകിയത്. എന്നാൽ ചെയ്ത സിനിമകളിലെ ഗാനങ്ങൾ എല്ലാം തന്നെ സൂപ്പർ ഹിറ്റായിരുന്നു എന്നതാണ് ബാലകൃഷ്ണന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യ ചിത്രത്തിലെ വിജയത്തിന് ശേഷം പിന്നീടുള്ള സിദ്ദിഖ് ലാൽ ചിത്രങ്ങളായ ഇൻ ഹരിഹർ നഗർ, ഗോഡ്ഫാദർ, വിയറ്റ്നാം കോളനി തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾക്കും സംഗീതം നൽകിയത് S. ബാലകൃഷ്ണനാണ്. ഈ സിനിമകളിലെ എല്ലാ ഗാനങ്ങളും ഇന്നും മലയാളികൾക്ക് പരിചിതമാണ്. 1991 പുറത്തിറങ്ങിയ ഷാജി കൈലാസ് ചിത്രമായ കിലുക്കാമ്പെട്ടിയിലെ പച്ചക്കറിക്കായ തട്ടിൽ എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നും സ്റ്റേജ് ഷോകളിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഗാനമാണ്. ലണ്ടനിൽ പോയി പാശ്ചാത്യ ഉപകരണങ്ങൾ ഒട്ടുമിക്കതും പഠിച്ചു. ചെന്നൈയിൽ മടങ്ങിയെത്തി സംഗീത സംവിധായകരുടെ സഹായിയായി. മണിവത്തൂരിലെ 1000 ശിവരാത്രികളിൽ MB ശ്രീനിവാസന്റെ സഹായിയായി എത്തിയ ചെറുപ്പക്കാരനെ സംവിധായകൻ ഫാസലിന് ഏറെ ഇഷ്ടമായി. അദ്ദേഹം ശിഷ്യന്മാരായ സിദ്ദിഖ് ലാലിനെ പരിചയപ്പെടുത്തി. അങ്ങനെ റാംജി റാവു എന്ന സിദ്ദിഖ് ലാൽ ചിത്രത്തിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചു. മഴവിൽ കൂടാരം, മിസ്റ്റർ ആൻഡ് മിസ്സിസ്, ഗൃഹപ്രവേശം, നക്ഷത്രക്കൂടാരം, ഇഷ്ടമാണ് നൂറുവട്ടം, സ്നേഹസാമ്രാജ്യം, വരവായി, ആകാശത്തിലെ പറവകൾ, മായക്കാഴ്ച, മൊഹബത്ത്, മാന്ത്രികൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് സംഗീതം നൽകിയതും S. ബാലകൃഷ്ണനാണ്. 1989 മുതൽ 92 വരെയുള്ള കാലയളവിൽ S. ബാലകൃഷ്ണൻ, ബിച്ചു തിരുമല കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ അന്നത്തെ കാലത്ത് വളരെയേറെ ശ്രദ്ധ നേടിയിരുന്നു. ഇക്കാലയളവിലാണ് ബാലകൃഷ്ണൻ കൂടുതൽ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയതും. സംഗീതം നൽകിയ എല്ലാ പാട്ടുകളും സൂപ്പർ ഹിറ്റായിരുന്നിട്ടും പല കാരണങ്ങളാൽ ബാലകൃഷ്ണൻ പിന്നീട് ചലച്ചിത്ര മേഖലയിൽ നിന്ന് അകന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഓരോ സിനിമയും ചെയ്തിരുന്നത്.
93 ശേഷം 9 ചിത്രങ്ങൾക്ക് മാത്രമാണ് ബാലകൃഷ്ണൻ സംഗീതം നൽകിയത്. AR റഹ്മാന്റെ സംഗീത സ്കൂളിൽ കുട്ടികളെ വെസ്റ്റേൺ ഉപകരണങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി. പാലക്കാട് ജില്ലയിലെ ചിറ്റലഞ്ചേരിയിലാണ് S. ബാലകൃഷ്ണന്റെ ജനനം. ഇക്കണോമിക്സ് ഹിസ്റ്ററിയിൽ ബിരുദം നേടിയെങ്കിലും സിനിമയിൽ ചേക്കേറുന്നതിനായി മദ്രാസിലേക്ക് തിരിക്കുകയായിരുന്നു. വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കൽ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 75-ൽ സംഗീത ജീവിതം ആരംഭിച്ചെങ്കിലും ആദ്യമായി ഒരു ചിത്രത്തിൽ സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് 89-ലാണ്. വ്യാഴാഴ്ച രാവിലെ 11-ന് ചെന്നൈ നീലാങ്കരയിലെ വസതിയിലായിരുന്നു ബാലകൃഷ്ണന്റെ അന്ത്യം. ക്യാൻസർ ബാധിച്ച് 1 വർഷത്തോളമായി ചികിത്സയിലായിരുന്നു. ബാലകൃഷ്ണൻ 69-ാം വയസ്സിലാണ് സംഗീത ലോകത്തു നിന്നും യാത്രയാകുന്നത്. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. ചെറുകുന്ന് താവത്ത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. താവം ക്രിസ്ത്യൻ പള്ളിക്ക് സമീപത്തെ TJ ഷൈജുവിന്റെ ഓട്ടോറിക്ഷയാണ് പൂർണ്ണമായും കത്തിച്ചാമ്പലായത്. സമീപത്തെ ഇലക്ട്രിക് ലൈനിൽ നിന്ന് തീ പടർന്നതാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ചെറുകുന്ന് താവത്തെ TJ ഷൈജുവിന്റെ ആകെയുള്ള സമ്പാദ്യമാണ് ഒറ്റ രാത്രി കൊണ്ട് കത്തിച്ചാമ്പലായത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിക്ക് തീ പടർന്നത് കണ്ട ലോറി ഡ്രൈവർമാർ വീട്ടുകാരെ വിളിച്ചുണർത്തുകയായിരുന്നു. വീടിന് സമീപത്ത് ടാർപ്പായ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഷെഡിലായിരുന്നു ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നത്. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിച്ചാമ്പലായി. വീടിന്റെ കഴുക്കോലും കത്തിയിട്ടുണ്ട്. വീടിന് മുന്നിലൂടെ HT ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നുണ്ട്. വീടിന് സമീപത്തെ പറമ്പിൽ നിന്നും ലൈനിനോട് ചേർന്ന് കിടക്കുന്ന തെങ്ങിൽ ഓല തീപിടിച്ച് ഓട്ടോറിക്ഷ നിർത്തിയിട്ട ഷെഡിന് മുകളിൽ തീപിടിച്ചതാകാം ഓട്ടോറിക്ഷ ഉൾപ്പെടെ കത്തി നശിക്കാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. നേരത്തെ ഇലക്ട്രിക് ലൈനിന് മുകളിൽ തീപടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഷൈജു ബന്ധപ്പെട്ട KSEB അധികൃതർക്ക് വിവരമറിയിച്ചിരുന്നെങ്കിലും ഉടൻ തന്നെ ന്യായങ്ങൾ നിരത്തി ഒഴിഞ്ഞുമാറുകയായിരുന്നു എന്ന് ഷൈജു പറയുന്നു. ലോൺ എടുത്തിട്ട് ഫൈനാൻസ് വഴി അങ്ങനെ എടുത്തതാണ്. പിന്നെ കുറച്ച് അടവെല്ലാം ബാക്കി. അപ്പം നമ്മൾ ഇതുകൊണ്ട് വേണ്ടി ഇതുകൂടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്. വേറെ മാർഗമൊന്നുമില്ല. ഇതന്നെ എൻ്റെ തൊഴിൽ. ഇതിന് മുന്നേ അസുഖം എന്താ? ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ട് ഈ അടുത്ത കാലത്തേക്ക് ഒരു കൊല്ലം ബ്ലോക്ക് കഴിഞ്ഞിട്ട് ആ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിനോട് ഗുളികയും വാങ്ങി ഇതാക്കുന്നതാണ്. രോഗികളായ വൃദ്ധ മാതാപിതാക്കൾക്കൊപ്പമാണ് ഷൈജുവും ഭാര്യയും കഴിയുന്നത്. 1 വർഷം മുൻപ് ഹൃദ്രോഗത്തെ തുടർന്ന് പരിയാരം ഹൃദയാലയയിൽ ഷൈജുവും ചികിത്സ നടത്തിയിരുന്നു. ഇപ്പോഴും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്. ബാങ്കിൽ നിന്നും വായ്പയെടുത്താണ് ഓട്ടോറിക്ഷ വാങ്ങിയത്. ആകെയുണ്ടായിരുന്ന ഓട്ടോറിക്ഷ കത്തി നശിച്ചതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഷൈജു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ക്യാമറകൾക്കും ഫോട്ടോഗ്രാഫി വീഡിയോ അനുബന്ധ ഉപകരണങ്ങൾക്കും ചുമത്തിയ GST ഒഴിവാക്കണമെന്ന് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പയ്യന്നൂരിൽ നടന്ന ജില്ലാ സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി K. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. അരക്കൻ ബാലൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TA മധുസൂദനൻ സപ്ലിമെന്റ് പ്രകാശനം ചെയ്തു. PV കുഞ്ഞപ്പൻ, ഹക്കിം മണ്ണാർക്കാട്, സുരേഷ് കയ്യൂർ, KV സജീവൻ, KU രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അരക്കൻ ബാലനെ പ്രസിഡന്റായും സുധി ഏഴോം, മനോഹരൻ മേഘ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും, പ്രദീപ് റെയിൻ സെക്രട്ടറിയായും, ഷിബിൻ നാരായണൻ, അനൂപ് എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും, ഷെരീഫ് ഈസ ട്രഷററായും പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ക്യാമറകൾക്കും ഫോട്ടോഗ്രാഫി വീഡിയോ അനുബന്ധ ഉപകരണങ്ങൾക്കും ചുമത്തിയ GST ഒഴിവാക്കണമെന്ന് കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ CITU ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പ്രാചീന സംസ്കാരങ്ങളുടെ വിപുലമായ അടയാളങ്ങൾ ബാക്കി നിൽക്കുന്ന സ്ഥലങ്ങളാണ് കരിവെള്ളൂരും ചീമേനിയുമൊക്കെ. ഇവയെ സംരക്ഷിക്കുവാനോ ഇവയെക്കുറിച്ച് പഠിക്കുവാനോ പുരാവസ്തു വകുപ്പ് തയ്യാറാകുന്നില്ല. പ്രാചീന സംസ്കാരങ്ങളുടെ ഒട്ടനവധി അവശിഷ്ടങ്ങൾ ഇന്നും കരിവെള്ളൂർ ചീമേനി പ്രദേശങ്ങളിൽ കാണാം. നൂറ്റാണ്ടുകൾ കടന്നെത്തിയ ഇവ വർത്തമാനകാലത്താണ് പതിയെ അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നതെന്നാണ് സത്യം. ചരിത്രബോധം തീരെയില്ലാത്തവരും നമുക്കിടയിലുണ്ടെന്നുള്ളതാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. പുരാവസ്തു വകുപ്പ് എന്ന ഒരു വകുപ്പ് തന്നെ നമുക്കുണ്ട്. ഈ സ്ഥലങ്ങളിലേക്ക് കാര്യമായൊരു ശ്രദ്ധ പതിപ്പിക്കാൻ ഇക്കൂട്ടർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവയൊക്കെ സംരക്ഷിക്കുകയും പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്താൽ
പ്രാചീന സംസ്കാരത്തിന്റെ നിരവധി ഏടുകൾ ഇവിടെ കണ്ടെത്താനായേക്കും. നമുക്ക് മുൻപേ പോയവർ എങ്ങനെയാണ് ജീവിച്ചത്, അവർ ഏതെല്ലാം തരത്തിൽ മികവിട്ട് നിന്നിരുന്നു, ഇതൊക്കെ അറിയാൻ സാധിച്ചേക്കും. വിജ്ഞാനപ്രദവും കൗതുകകരവുമായ പലതും കണ്ടെത്തുമ്പോൾ ഭാവി തലമുറയ്ക്കും ഇതൊക്കെ ഉപകാരപ്പെട്ടേക്കാം. ഇവിടെയാകട്ടെ ബന്ധപ്പെട്ടവർ തങ്ങളുടെ ചുമതലകൾ മറക്കുകയാണ്. നാട്ടുകാരെങ്കിലും ഇത്തരത്തിലൊന്ന് കണ്ടെത്തി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞാൽ എപ്പോഴെങ്കിലും ഒന്ന് വന്നു നോക്കി തിരിച്ചു പോകുന്ന രീതിയാണ് സ്വീകരിക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള ഇവ സംരക്ഷിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഇനിയും വൈകിക്കൂടാ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പാറ നിറഞ്ഞ പ്രദേശത്തെ പച്ചക്കറി കൃഷിയിൽ വിജയം വരിച്ച് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ. സ്കൂളിലെ 50 സെന്റ് സ്ഥലത്താണ് വിദ്യാർത്ഥിനികൾ പച്ചക്കറി കൃഷി നടത്തിയത്. കഠിനാധ്വാനത്തിലൂടെ പെൺകൂട്ടായ്മയിൽ വിളയിച്ച പച്ചക്കറി കൃഷിത്തോട്ടമാണിത്. പഠനത്തോടൊപ്പം കൃഷിരീതിയും പഠിപ്പിക്കുകയാണ് പച്ചക്കറി കൃഷിത്തോട്ടം ഒരുക്കുന്നതിലൂടെ മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. കീടനാശിനി മറ്റ് രാസവളങ്ങളൊന്നും ഉപയോഗിക്കാത്ത പച്ചക്കറിയും ഉച്ചഭക്ഷണത്തിന് നൽകുക, അവരിൽ നല്ലൊരു ശീലം വളർത്തുക എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ സ്കൂളിൻ്റെ മാടായി പായയിൽ തന്നെ വലിയ നല്ല ചൂടുള്ള സ്ഥലത്ത് ആയിട്ട് കൂടി നല്ല രീതിയിലുള്ള പച്ചക്കറി നട്ടുവളർത്തിയിരിക്കും. പച്ചക്കറി കൃഷി ഇവിടെ മണ്ണിറക്കിയിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മുടെ കുട്ടികൾ അതുപോലെ നമ്മുടെ എല്ലാ സ്റ്റാഫും ഒക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. പാറ നിറഞ്ഞ പ്രദേശത്ത് കാബേജും കോളിഫ്ലവറും ക്യാരറ്റും ചീരയും വെണ്ടയും വഴുതിനയും തക്കാളിയും മുളകും കൃഷി ചെയ്യുന്നു. ഗ്രോ ബാഗുകളിലും സിമന്റ് ചാക്കുകളിലും മണ്ണ് നിറച്ച് കൃഷി ചെയ്യുന്ന രീതിയും ഇവിടെയുണ്ട്. ചാണകപ്പൊടിയും കടലപ്പിണ്ണാക്കും മറ്റ് ജൈവവളങ്ങളുമാണ് കൃഷിക്ക് ഉപയോഗിച്ചത്. രാവിലെയും വൈകുന്നേരവുമായി ഒഴിവു സമയങ്ങളിലാണ് കുട്ടികൾ കാർഷിക വൃത്തിക്ക് സമയം കണ്ടെത്തിയത്. ഇപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ ഇവിടെ NSS ഗൈഡ്, അതുപോലെ തന്നെ മറ്റ് കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ വളരെ നല്ല രീതിയിൽ ഇത് പരിപാലിച്ച് വരുന്നുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ടാണ് വെള്ളം നനയ്ക്കുന്നത്. നമ്മുടെ മുഖ്യമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ജൈവ പച്ചക്കറി, അതായത് വിഷമയമല്ലാത്ത പച്ചക്കറി നമ്മുടെ കുട്ടികൾക്ക് നൽകുക എന്നുള്ളതാണ്. രാവിലെയും വൈകുന്നേരമാണ് നമ്മൾ വെള്ളമൊഴിക്കുന്നത്. അത് ഓരോ ഗ്രൂപ്പായിട്ടാണ് വെള്ളമൊഴിക്കുന്നത്. ഇതിൽ പച്ചമുളക്, കോളിഫ്ലവർ, ക്യാരറ്റ്, വഴുതന എന്നിവയാണ്. ഇത് കീടനാശിനിയൊന്നും ഉപയോഗിക്കാതെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പൽ ഷീജ, സ്കൂൾ പ്രധാനാധ്യാപകൻ M രാധാകൃഷ്ണൻ, PTA പ്രസിഡന്റ് PK വിശ്വനാഥൻ, അധ്യാപകരായ സോജൻ വിൻസെന്റ്, ശ്രീകല നാരായണൻ, P ജയശ്രീ, K ബാബുരാജ്, ആഷിദ് P, ശ്രീലത IV, സ്മിത KK, ബാലമുരളി എന്നിവർ വിദ്യാർത്ഥികൾക്ക് സഹായവുമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. കേരള NGO യൂണിയൻ പയ്യന്നൂർ ഏരിയ 37ാം വാർഷിക സമ്മേളനം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം L മായ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് രാവിലെ 10 മണിക്ക് യൂണിയൻ ഏരിയ പ്രസിഡന്റ് M രേഖ പതാക ഉയർത്തി. തുടർന്ന് സമ്മേളനം യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം L മായ ഉദ്ഘാടനം ചെയ്തു. ഓരോ പ്രാവശ്യവും അമേരിക്കയിലും അടക്കമുള്ള വിദേശ രാജ്യങ്ങളെ സന്ദർശിച്ചു വരുമ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. വികസനം കൊണ്ടു, മൂലധനം കൊണ്ടു, അല്ലേ, രാജ്യത്ത് പുരോഗതി ഉണ്ടാകാൻ പോകുന്നു, രാജ്യത്ത് രക്ഷപ്പെടാൻ പോകുന്നു. പിന്നെ എങ്ങനെയാണ് വിളിച്ചു പറയുന്നത്? എവിടെയുള്ള മൂലധനം? പത്രങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. CP മുരളീധരൻ രക്തസാക്ഷി പ്രമേയവും P സുനീഷ് കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി K മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രജനീഷ് VP വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് M രേഖ അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി K മോഹനൻ സ്വാഗതം പറഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാനതല വാഹന പ്രചരണ ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം ആരംഭിച്ചു. ആദ്യ സ്വീകരണം പയ്യന്നൂരിൽ നടന്നു. ജനുവരി 25 മുതൽ 29 വരെ കോഴിക്കോട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ വെച്ച് നടക്കുന്ന 54ാമത് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് വാഹനജാഥ സംഘടിപ്പിക്കുന്നത്. വാഹനജാഥയുടെ കണ്ണൂർ ജില്ലാതല പര്യടനത്തിന് വ്യാഴാഴ്ച തുടക്കമായി. ആദ്യ സ്വീകരണം പയ്യന്നൂരിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി C ബിജുലാൽ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ
നിരവധി വിഷയങ്ങൾ ഈ മേഖല അനുഭവിക്കുന്നുണ്ട്. MP വിജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബാലകൃഷ്ണൻ, A നാരായണൻ, TT കുഞ്ഞിക്കണ്ണൻ, മാധവൻ, CK സയ്യിദ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് GK പ്രകാശ് സ്വാമി ജാഥ ലീഡറും A അബ്ദുൾ റഹ്മാൻ, PR ഉണ്ണി, C ബിജുലാൽ എന്നിവർ ജാഥാംഗങ്ങളുമായാണ് വാഹനജാഥ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. വെളിച്ചെണ്ണ വില വീണ്ടും ഉയർന്നു തുടങ്ങി. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വെളിച്ചെണ്ണ വില വീണ്ടും ഉയരുന്നത്. തേങ്ങ ഉൽപ്പാദനം കുറഞ്ഞതോടെ വെളിച്ചെണ്ണയുടെ വിലയും ഉയർന്നു തുടങ്ങി. തമിഴ്നാട്ടിൽ നിന്നുള്ള തേങ്ങ വരവ് കുറഞ്ഞതും കൊപ്ര വില കൂടിയതുമാണ് വെളിച്ചെണ്ണ വിലയുടെ വർധനവിന് കാരണമായിരിക്കുന്നത്. വിപണി വില വർദ്ധിക്കുന്നതിന് ആനുപാതികമായി ബ്രാൻഡഡ് വെളിച്ചെണ്ണയുടെ വിലയും ഉയർന്നു. ലിറ്ററിന് 160 രൂപ വരെ താഴ്ന്നതിന് ശേഷമാണ് വില ഇപ്പോൾ 200-ലെത്തി നിൽക്കുന്നത്. ഇനിയും വില ഉയരാനാണ് സാധ്യതയെന്ന് വ്യാപാരികൾ പറയുന്നു. തവിടെണ്ണ മുതലായവയ്ക്കും പ്രിയമേറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തിയ കേന്ദ്ര സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് മുന്നോക്ക സംസ്ഥാന സമുദായ ഐക്യമുന്നണി പയ്യന്നൂരിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിലായിരുന്നു സംഘടന അഭിനന്ദനം അറിയിച്ചത്. ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി 50% സംവരണം നൽകിയെങ്കിലും പാവപ്പെട്ട ദരിദ്രരായ മുന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് സമുദായത്തിന്റെ പേരിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയായിരുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. ദാരിദ്ര്യം തുടച്ചു മാറ്റണമെങ്കിൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ സംവരണം നടപ്പിലാക്കണം. എല്ലാ സമുദായത്തിലുംപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമായി സംവരണം പരിമിതപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണെന്നും മുന്നോക്ക സമുദായ ഐക്യമുന്നണി ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. പാവപ്പെട്ട മുന്നോക്കക്കാർക്ക് ആനുകൂല്യം ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും അതിന് നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വന്ന് സാമ്പത്തിക സംവരണം നടപ്പാക്കിയ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടിയെ മുന്നോക്ക സമുദായ ഐക്യമുന്നണി സ്വാഗതം ചെയ്യുന്നുവെന്നും അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അരവിന്ദാക്ഷക്കുറുപ്പ്, അഡ്വക്കേറ്റ് VK രവീന്ദ്രൻ, രവീന്ദ്രൻ നായനാർ, KM നാരായണ പൊതുവാൾ, P ദാമോദരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ ആദ്യത്തെ ഇറച്ചിക്കോഴി കർഷകനാണ് മണക്കാട്ടെ കമ്മാടത്ത് പ്രഭാകരൻ. 35 വർഷം മുൻപ് എറണാകുളത്ത് പോയി കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്നു തുടങ്ങിയ സംരംഭം ഇന്നും തുടരുന്നു. ഇറച്ചിക്കോഴികൾ കരിവെള്ളൂർ പോലുള്ള ഗ്രാമങ്ങളിൽ അപരിചിതമായ ഒരു കാലത്ത് കമ്മാടത്ത് പ്രഭാകരൻ ഇറച്ചിക്കോഴികൾ വളർത്താൻ തുടങ്ങിയതാണ്. എറണാകുളത്ത് പോയാണ് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിരുന്നത്. ഒരു കോഴിക്കുഞ്ഞിന് 4 രൂപ 50 പൈസയായിരുന്നു അന്നത്തെ വില. വിറ്റാൽ കിട്ടുന്നതാകട്ടെ 18 രൂപയും. മുട്ടയിട്ട് തീർന്ന ചണ്ടിക്കോഴികൾ മാത്രം ഉപയോഗിച്ച് ശീലിച്ച പ്രദേശവാസികളുടെ ഇടയിലേക്ക് ഇറച്ചിക്കോഴികളുമായി പ്രഭാകരൻ ഇറങ്ങിയത് സ്വന്തം മനോധൈര്യത്തിന്റെ ബലത്തിൽ മാത്രമായിരുന്നു. 100 കോഴിക്കുഞ്ഞുങ്ങളെയാണ് എറണാകുളത്ത് നിന്നും കൊണ്ടുവന്നത്. അന്ന് തുടങ്ങിയ കോഴിക്കൃഷി ഇന്നും പ്രഭാകരൻ തുടർന്നു പോരുന്നു. ഇന്ന് പക്ഷേ വലിയ ലാഭമുണ്ടായിട്ടല്ല, ഈ മേഖലയിൽ ഇറങ്ങിപ്പോയതുകൊണ്ട് മാത്രമാണ് തുടരുന്നത്. ഇപ്പോൾ മുമ്പ് ഉള്ളതിനെക്കാട്ടിയും വളരെയധികം മോശം അവസ്ഥയിലാണുള്ളത്. ഞാൻ തുടങ്ങുന്ന അവസരത്തിൽ കോഴിക്ക് 4 രൂപ 50 പൈസ കോഴിക്കുഞ്ഞിനും പിന്നെ 235 രൂപ 75 കിലോ തീറ്റക്കും വിലയുണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്നൊരു കോഴിക്കുഞ്ഞിന് 52 രൂപയും ഒരു ചാക്ക് 50 കിലോ തീറ്റക്ക് 1510 റുപ്യയും വിലയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ചെറുകിട കോഴി കർഷകർക്ക് മുമ്പോട്ട് പോകുവാൻ വളരെ പ്രയാസമാണ്. ഇന്ന് 50 കിലോ കോഴിത്തീറ്റയ്ക്ക് 1520 രൂപയാണ് വില. കോഴിക്കുഞ്ഞിനാകട്ടെ 41 രൂപയും. വിറ്റാൽ കിട്ടുന്നത് വെറും 83 രൂപ. ചെലവ് കഴിച്ച് ഒരാൾക്ക് ഇതിൽ എത്ര ലാഭമുണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാം. കോഴിക്കൃഷി പ്രഭാകരന്റെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. പണ്ടൊക്കെ ഭാര്യ ചന്ദ്രികയും സഹായിക്കുമായിരുന്നു. ഇന്ന് അവർ അസുഖബാധിതയായതുകൊണ്ട് പ്രഭാകരൻ തന്നെയാണ് കോഴികളുടെ പരിചരണം മുഴുവനും. നഷ്ടത്തിലായ കോഴിക്കച്ചവടം മൂലം പലരും ഈ രംഗം വിട്ടുകഴിഞ്ഞു. ഇപ്പോൾ വൻകിട കോഴിക്കാർക്ക് കിലോയ്ക്ക് 6 രൂപ തോതിൽ വളർത്തിക്കൊടുക്കുന്നവരാണ് അധികവും. സർക്കാർ 87 രൂപയ്ക്ക് കോഴിയെ നൽകുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തെങ്കിലും അത് എത്രമാത്രം വിജയസാധ്യതയുള്ളതാണ് എന്ന് കണ്ടറിയേണ്ടതുണ്ടെന്ന് പ്രഭാകരൻ പറയുന്നു. തൃക്കരിപ്പൂർ ഹിറ മദ്രസ ഫെസ്റ്റ് ജനുവരി 20 നടക്കും. ഫെസ്റ്റിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 20 പൂർവ്വ അധ്യാപക വിദ്യാർത്ഥികളുടെ സംഗമത്തോടെയാണ് പരിപാടി ആരംഭിക്കുക. വൈകിട്ട് വിദ്യാർത്ഥികളുടെ ഒപ്പന, കോൽക്കളി, ആംഗ്യപ്പാട്ട്, മൈം, നാടകം, സംഗീതശില്പം എന്നിങ്ങനെ വിവിധ പരിപാടികൾ നടക്കും. JAH സംസ്ഥാന സെക്രട്ടറി P റുക്സാന ടീച്ചർ, JAH കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VP ബഷീർ മാസ്റ്റർ,
കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കെ മുഹമ്മദ് ഷാഫി, ഹിറ മദ്രസ മുൻ പ്രിൻസിപ്പൽ CP ഗഫൂർ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. പരിപാടിയിൽ മുൻ പ്രസിഡന്റ് അബ്ദുള്ള, SV അബ്ദുള്ള എന്നിവരെയും മദ്രസയിൽ സേവനം ചെയ്ത അധ്യാപകരെയും ആദരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി മാധ്യമ സമ്മേളനത്തിൽ NKP ഷാഹുൽ ഹമീദ്, PP അബ്ദുൽ ലത്തീഫ്, PP സലാഹുദ്ദീൻ, നൌഷാദ്, MTP മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു. കുണ്ടോറ കോട്ടം ശ്രീ പൂക്കുളങ്ങര ഭഗവതി ദേവസ്ഥാനം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവം ജനുവരി 18, 19, 20 തീയതികളിൽ നടക്കും. മാറ്റൊലി. വിവാഹവേളയിൽ വധൂവരന്മാരോടുള്ള റാഗിംഗ് അതിരുകടക്കുന്നുവോ? പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. ഇത് പണത്തിന്റെയും പ്രതാപത്തിന്റെയും മേൽ എന്തെല്ലോ അനാചാരങ്ങൾ ഈ കല്യാണത്തിന്റെ സമയം ചെയ്തു കൂട്ടുന്നു. അതിന് നിങ്ങൾ എല്ലാവരും നല്ലവരായ ജനങ്ങൾ അതിന് മുൻപന്തിയിൽ നിന്ന് അതൊരു ഇല്ലായ്മ ചെയ്യണം. എന്നാലേ നമ്മൾ ഇന്നത്തെ ചെറുപ്പക്കാർ നല്ലൊരു നിലയിൽ നടക്കാൻ പറ്റുള്ളൂ. ഇതൊരു ശരിക്കും റാഗിംഗ് ആണ്. ഇതിനെ ശരിക്കും സമൂഹം ഇന്ന് എതിർക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള പരിപാടികൾ എവിടെ നടക്കുന്നു അവരെ എതിർത്തുകൊണ്ട് അല്ല അവരുടെ പേരിൽ നടപടിയെടുക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. ഇതിന് ഇന്നൊരു ഒരു തമാശ രൂപത്തിൽ ആണ് പോകുന്നത്. അത് വളരെ വിപത്തുണ്ടാകുന്നുണ്ട്. അത് പിന്നീട് ആത്മഹത്യയിൽ വരെ എത്തുന്നുണ്ട്. ഇത് കൂടുതലും ബാധിക്കുന്നത് പെൺകുട്ടികളെയാണ്. നമ്മളിപ്പോൾ ഇത് വല്ലാതെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ വേണ്ടാത്തൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇതൊരു കുടുംബത്തെ തന്നെ ഒരു ഇല്ലായ്മ ചെയ്യുന്ന അവസ്ഥയിലൊക്കെ കാര്യങ്ങൾ പോകും. കാരണം നേരെ ഇപ്പോൾ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വയസ്സിലുള്ള ഒരു കോമിക്കെല്ലാം ചെയ്യാനല്ലാണ്ട് ഇപ്പം കണ്ടമാനം ഒരു രോഗമായി മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് സമൂഹത്തിൽ ഇപ്പം കാണുന്നത് എന്ന് പറഞ്ഞാൽ റാഗിങ്ങിൻ്റെ പേരിൽ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ വളരെ ആഭാസകരമായിട്ട് ശവമഞ്ചത്തിലും മറ്റും പോയിക്കൊണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മുഹൂർത്തമായ ഒരു സമയം അത് വെറുതെ ഒരു ഇതുപോലുള്ള പേക്കൂത്തുകൾ കളിച്ചുകൊണ്ട് അത് മാറ്റുന്നതിന് യോജിക്കുന്നില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിലാത്തറ പാപ്പിനിശ്ശേരി KSTB റോഡിൽ അപകടങ്ങൾക്ക് അറുതിയില്ല. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനു സമീപം ലോറി കാറുകളിൽ ഇടിച്ച് 2 പേർക്ക് പരിക്ക്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് 2 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ഹൈക്കോടതി. കുടിയൊഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികൾക്ക് സർക്കാർ അനുവദിച്ച നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിൽ റിട്ട് നൽകിയിരുന്നു. സംഗീത സംവിധായകൻ S. ബാലകൃഷ്ണൻ വിടവാങ്ങി. അർബുദത്തെ തുടർന്ന് വ്യാഴാഴ്ച രാവിലെയോടെയായിരുന്നു അന്ത്യം. പാറ നിറഞ്ഞ പ്രദേശത്ത് പച്ചക്കറി കൃഷിയിൽ വിജയം വരിച്ച് മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ. സ്കൂളിലെ 50 സെന്റ് സ്ഥലത്താണ് വിദ്യാർത്ഥികൾ പച്ചക്കറി കൃഷി നടത്തിയത്. പ്രാചീന സംസ്കാരങ്ങളുടെ വിപുലമായ അടയാളങ്ങൾ ബാക്കി നിൽക്കുന്ന സ്ഥലങ്ങളാണ് കരിവെള്ളൂരും ചീമേനിയുമൊക്കെ. ഇവയെ സംരക്ഷിക്കുവാനോ ഇവയെക്കുറിച്ച് പഠിക്കുവാനോ പുരാവസ്തു വകുപ്പ് തയ്യാറാകുന്നില്ല. നെറ്റ്വർക്ക് വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.